അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്കുള്ളത് കർബലയിലായിട്ടേക്ക് എല്ലാവർക്കും സുസിനിയുടെ സ്വാഗതം. അപ്പോൾ ഇൻഷാല്ലാ എങ്ങനെയാണ് കർബലക്ക് വന്നതെന്ന് ഇങ്ങനെ നോക്കാം. ഓക്കെ, കൂഫത്തുകും അതേപോലെ നജഫുകും പോയിട്ട് നേരെ ഉച്ച ആയതുകൊണ്ടിട്ടു ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ചോറും ഉണ്ടിട്ടു. അത് കഴിഞ്ഞിട്ട് ചെറിയ ചായയും കുടിച്ചിട്ടായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുരെ ആ പരിശുദ്ധമായ കർബലക്ക് ഞങ്ങൾ പോയത്. കർബലയും അതേപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുരെ ചരിത്രം നോക്കറെങ്കിൽ ഹിജ്റ 4-ാം വർഷം ഷഅബാൻ 5 ജനുവരി 11 AD 626 അലി റളിയല്ലാഹു അൻഹുരെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും മോനായിട്ട് മദീനയിലായിട്ട് ജനന. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ബാപ്പ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആയിട്ട് ഹുസൈൻ ചൊന്ത് പേര് വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രൂപസാദൃശ ഇന്നങ്കത്തെ ആളാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കുറെ കൽച്ചതും കലിപ്പാട്ടിയതുമായ കിടാവായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈത്തമേലും ഖുതുബ ഓതുമ്പോൾ മിമ്പറയിഞ്ഞിട്ട് കിടാവിടെ എടുത്തതും അങ്ങനെ കുറെ ചരിത്രണങ്ങു കാണുക സാധ്യ ആവറോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഹുസൈൻ നണ്ടേലും ഞാൻ ഹുസൈനിലും ആയിട്ടിക്കര. ആരെങ്കിലും ഹുസൈൻ റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവൻ്റെ അള്ളാഹു ഇഷ്ടപ്പെടുണ്ടു. അള്ളാഹു അങ്ങനെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂട്ടട്ട്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാൾ സാബിത്ത് ബിൻ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസിൽ കണ്ട് ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക ഒരു മലക്ക് ബന്ത്. ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയെ ചൊന്തു, നീന് ബായിലെ മുട്ട നിന്നിട്ട് ശ്രദ്ധിച്ചോളണം. അപ്പ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബായിലെ ഉൽഗ തുള്ളിയിട്ട് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെഞ്ഞിരമേൽ പത്തിട്ട് തെച്ചോണ്ടിട്ടു. അപ്പ ആ മലക്ക് കേട്ടിട്ട്, നബിയെ നിങ്ങൾക്കു ഈ കിടാവുടെ മേൽ നിങ്ങൾക്കു ഭയങ്കര ഇഷ്ടമാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു, അതെ. അപ്പ ആ മലക്ക് ചൊന്തു, നബിയെ ഈ കിടാവുരെ നിങ്ങളെ സമുദായമേ ഈ കിടാവുരെ ക്രൂരമായിട്ട് കൊല്ലുറാറ്. വേനെങ്കിൽ ആ മണ്ണ് നിങ്ങൾക്കാണ് കാട്ടുക. അങ്ങനെ ആ ചുവപ്പ് മണ്ണ് കാട്ടിക്കൊടുത്തോ. ആ മണ്ണരെ ഒരു തുണിയിൽ കെട്ടിയിട്ട് വെച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ പിന്നെ ഹബീബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കുറെ ബേജാറിലെന്ത് മാത്ര അല്ല അലി റളിയല്ലാഹു അൻഹുരൊട്ടിಗೆ ഈ ഒരു വിഷയ ചൊന്തു ബേജാറും ആക്കിയോണ്ടിന്ത്. ഇബ്നുൽ ആസിർ റളിയല്ലാഹു അൻഹു ഉസൂദുൽ ഗാബ ചൊല്ലെ കിതാബിൽ റിപ്പോർട്ടാക്കിയ ഒരു ഹദീസിൽ കണ്ട് അനസ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അനസ് റളിയല്ലാഹുവിനോട് ചൊല്ലും, അവിടെ ഹുസൈൻ റളിയല്ലാഹുവിനു എന്ത് ഇത് നൻ്റെ കിടാവായിട്ടിക്കറ്. ഈ കിടാവുരെ ശത്രുങ്ങ ഇറാഖിൽ വെച്ചിട്ട് കൊല്ലിടാറ്. ആരെങ്കിലും ആ നേരത്ത് ഇറാഖിൽ നിങ്ങൾ എത്തിയെങ്കിൽ നൻ്റെ ഈ കിടാവുകു നിങ്ങൾ സഹായം ആക്കണം. പിന്നെ കർബല ചരിത്രം നോക്കിയെങ്കിൽ കർബലയിൽ സുറൂൽ ഷഹീദായത് ബഹുമാനപ്പെട്ട അനസ് ബിൻ ഹാരിസ് റളിയല്ലാഹുവിനായിട്ടുണ്ട്. അങ്ങനെ 4 കഴിഞ്ഞിട്ട് ഖലീഫയായിട്ടിന്ന് മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താവറും. പിന്നെ ഖലീഫയായിട്ട് ബന്നെ ആളായിട്ടിക്കറ് നീച്ചനും തെമ്മാടിയായ ആള്, അതായത് മുആവിയ റളിയല്ലാഹുവിനുടെ മോനു യസീദ് ബിൻ മുആവിയ. അവൻ്റെ ഒരു വിഷയ ചൊല്ലെങ്കിൽ അവനുകു ബാപ്പ ആയ മുആവിയ റളിയല്ലാഹുവിനെ തർബിയത്ത് കിട്ടിയിട്ടില്ലെന്ത്. അങ്ങനെ അവൻ്റെ ഭരണ ആർക്കും ഇഷ്ടമില്ലെന്ത്. അവൻ്റെ ഭരണത്തെ ഉപദ്ര സഹിക്കാണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹും കുടുംബവും നേരെ മക്കത്തിൽ പോയിട്ട് ജീവന ആക്കുക സ്റ്റാർട്ടാക്കിയാറ്. ഈ നേരത്ത് യസീദ് അവൻ്റെ ഭരണ ഇഷ്ടമില്ലാത്ത ബാക്കി കുറേ ആൾമാർ ഇന്നാറ്. അതിൽപ്പെട്ട ആൾമാരായിട്ട് ഇന്നത് കൂഫത്തെ ആൾമാർ. അങ്ങനെ അങ്ങ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ലെറ്റർ എഴുതുക ശുരുവാക്കിയാറ്. നിങ്ങൾ കൂഫത്തേക്ക് വരണു, ഇവിടെ ഖലീഫ ആവാനുണ്ടും. ആയെങ്ക ಅದಕ್ಕೆ ഒന്നുകും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉത്തര കൊടുത്തില്ല. അങ്ങനെ 1000 ലെറ്ററായിട്ട് ഇത് വന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂഫത്തെ 1000 ആൾമാർ ഒപ്പിട്ടെങ്കത്തെ ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഹുർ റളിയല്ലാഹു അൻഹു എഴുതിയെങ്കത്തെ ഒരു ലെറ്റർ മക്കത്തേക്ക് ಬಂತು. അതിൽ എഴുതിയിട്ടിരുന്നത് നിങ്ങൾ കൂഫത്തേക്ക് വരണം, ഈ വേണ്ടാത്ത ഭരണ എടുത്തിട്ട് നല്ലൊരു ഖലീഫത്തെ നിങ്ങൾ നടപ്പാട്ടണം. നിങ്ങൾ വന്നില്ലെങ്കിൽ നാളെ അള്ളാഹുരെ കോടതിയിൽ നിങ്ങൾ ഉത്തര ചൊല്ലണാവും.
ഈ ലെറ്റർ കണ്ടിട്ട് പേടിച്ച് പോയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്തിനെ ആക്കണുണ്ടു ഒരു ഐഡിയ ഇല്ലാത്ത സന്ദർഭത്തിൽ മുസ്ലിബിന് അഖിൽ റളിയല്ലാഹു അൻഹു ഈ വിഷയ നോക്കുറോ. അപ്പം മുസ്ലിം റളിയല്ലാഹു അൻഹു ചൊല്ലും, ನಾನು പോണ്ടേ അവിടെ ಬಿಸಿಯ ನೋಕಿಟ್ಟು ನಿಮಗೂ ಲೆಟ್ರ್ ನಾನು ಹೇಳಿದ್ರೆ നിങ്ങൾ ಬಂದಿಂಗ್ മെയ്യാവും. മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ പൂർത്തി ചരിത്ര ನಾನು ഒന്നാമത്തെ ഭാഗത്തിൽ ചൊന്നുരെ നോക്കാത്തങ്ങ ആ ഭാഗ നോക്കോറുണ്ട് സാന്ദർഭികമായിട്ട് ನೆನಪಾക്കിയിട്ടുള്ള. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുഗു മുസ്ലിം റളിയല്ലാഹു അൻഹു ലെറ്റർ എഴുതിയിട്ട് കടത്തിറ. ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബത്തിൽപ്പെട്ടെങ്കത്തെ പെണ്ണും ആണിങ്ങവും മക്കവും കൂടെ 72 ആൾമാരുള്ള ആ ഒരു കൂട്ട കൂഫ ലക്ഷ്യ ആക്കിയിട്ട് ദുൽഹജ്ജ് 8 മക്കത്തെ പുറത്തായിട്ട് പോണ്ടാറ്. അങ്ങനെ കൂഫത്തെ 74 കിലോമീറ്റർ ദൂരത്തിലുള്ള ഹിജ്റ 61 മുഹറം 2 അതായത് ഒക്ടോബർ 2 AD 680 ആ മണ്ണിക്ക് വന്നിട്ട് അങ്ങ് എത്തറാറ്. അങ്ങനെ യൂഫ്രട്ടീസ് പുഴയുടെ സൈഡിലുള്ള കർബും ബലാവും ബുദ്ധിമുട്ടും ആഫത്തും നിറഞ്ഞെങ്കത്തെ ആ കർബല ചൊല്ലുടെ ആ മണ്ണിക്ക് അങ്ങ് എത്തരുത്. അവിടെ അങ്ങ് ടെൻറ്റ് ഇട്ടിട്ട് അങ്ങ് ദയിക്കറാറ്. അങ്ങനെ അണ്ടുജാവു കിടന്നെങ്കത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു കിനാവ് കണ്ട് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ಬಂತು കേക്കറ്, മോനെ ಎಂದ್ರೆ ತಾಡಿಲು ചോര, മോನು ವಿಜಯ್ಕೊಗು ನಾನು ಅಲ್ಲಾಹುರೊಟ್ಟಿಗೆ ದ್ವಾರಕರ ಆಯಂಗ ನೀನು ನನ್ನೊಟ್ಟಿಗೆ ಬರನು ನಾನು ಕಾತೋണ്ടിಲ್ಲ. ಸಡನ್ ಎಂಚಿತ್ നോക്കുമ്പോൾ ഉപ്പാപ്പായ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കാണില്ല. പിന്നെ അവിടെ ഇന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിട്ടിന്ത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചൊല്ലടും പുറത്ത് 4000 സൈന്യ വന്നേരം. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറത്ത് വന്ന് നോക്കുമ്പോൾ ഹുർബിന് സിയാദ് നേതൃത്വത്തിൽ 4000 സൈന്യം വന്നിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹുർബിന് സിയാദ് റളിയല്ലാഹു അൻഹു കേക്കറ്, ഇന്നലെ നിങ്ങൾ യുദ്ധം ആക്കണ്ടാണ്ട് ചൊന്നിട്ട് പോയതല്ലേ, പിന്നെ ഇണ്ട് എന്തിനു നിങ്ങൾ വന്നത്? അപ്പം അയാൾ ചൊല്ലു, നാണ് നിങ്ങളെ കണ്ട ബിസയ, നിങ്ങളിൽ പൽക്കറിഞ്ഞ ബിസയ ഞങ്ങളുള്ള ഒരാൾ ഇബ്നു സിയാദൊട്ടിಗೆ ചൊന്ന. അങ്ങനെ ഇപ്പം നൻ്റെ നോക്കുക ഒരു ചാരണമില്ല, നക്ക് എന്തും ആക്കുക ആയോണ്ടില്ല. അങ്ങനെ ഇബ്നു സിയാദിരെ കൽപ്പന ಬಂತು, യൂഫ്രട്ടീസ് പൊലരെ തന്നി ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊടുക്കുക തീരാം. അങ്ങനെ ആ പൊലക്ക് ആൾമാർ കാവൽ നിണ്ടാറ്. ഈ കണ്ടതായിട്ടിക്കറ് യൂഫ്രട്ടീസ് നദി. അങ്ങനെ നബി കുടുംബത്തിക്ക് തണ്ണി കിട്ടാണ്ടായത് എടുത്തോണ്ട് വന്ന് ഫുഡ് തീന്ത്. ഇപ്പം നോക്കിയെങ്കിൽ തന്നെയുമില്ല, പട്ടിണിയും താകത്തിലും കൂടിപ്പോയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബ. ഈ സന്ദർഭത്തിൽ അബ്ബാസ് ബിൻ അലി റളിയല്ലാഹു അൻഹു ആ സൈന്യത്തെ എതിരിലായിട്ട് ഒരു പ്രസംഗ ആക്കറ്. ആ പ്രസംഗത്തെ രത്ന ചുരുക്ക ഇങ്ങനെ ആയിട്ട്, ഇബ്നു സിയാദിരെ പലക്ക കേട്ട് ഇങ്ങനെ നിങ്ങൾ യുദ്ധം ആക്കിയെങ്കിൽ അള്ളാഹുരെ പക്കൽ നിങ്ങൾ വലിയ കുറ്റക്കാർ ആവാറ്. പ്രസംഗം കേട്ടിട്ട് ഹുർബിന് സിയാദ് റളിയല്ലാഹു അൻഹു 30 കുതിര പടയാളികളും ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂട്ടത്തിക്ക് കൂടിയാറ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ചരിത്ര ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുടെ മക്ബറ കാട്ടുക പോകുമ്പോൾ ചൊല്ലണം. അങ്ങനെ യുദ്ധം തുടങ്ങിയിട്ടേ വിട്ടുത്തും. ഹുർബിന് യസീദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് യുദ്ധം ആക്കിയിട്ട് വഫാത്തായിട്ട്. കർബല യുദ്ധത്തെ ചെറിയ രൂപത്തിലാണിപ്പോൾ ചൊന്നുകൊണ്ടുള്ളത്. പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുയും ഉമ്മുലൈല റളിയല്ലാഹു അൻഹയും മോനായ അലി അക്ബർ 25 വയസ്സായിട്ടിക്കറ് ആ മോനുകു ഇന്നത്. അങ്ങനെ അയാളും അങ്ങോട്ടേക്ക് യുദ്ധം ആക്കറ്. എത്രത്തോളം ചൊന്നെങ്കിൽ ശത്രു സൈന്യത്തിൽ 100 ആൾക്കാരെയാണ് ആ മോനു കൊല്ലൊടുത്. യുദ്ധത്തിന് നടുവിൽ വന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുട്ടിക്ക് തന്നി കേക്കറ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ചൊല്ലു, തന്നി ഇന്നിരെങ്ങും മോനുകു നാണ് തരന്തെ, ನಾನು ನಿಸ್ಸಹಾಯ. അങ്ങനെ ചൊന്തു കയ്യിൽ നിന്ന് മോന്തര ഊരിയിട്ട് അലി അക്ബർ റളിയല്ലാഹു അൻഹു നാവര അടിക്ക് വെച്ചിട്ട് കൊടുത്തിട്ട് ചൊല്ലും, അള്ളാഹു നിക്ക് താക തീർക്കട്ട്. അങ്ങനെ പിന്നെയും അലി അക്ബർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിക്ക് പോണ്ടു. അങ്ങനെ ഘോരമായ യുദ്ധം ആയോണ്ടിന്നെങ്കമേ മറബന് മങ്കാസ് ചൊല്ലവണു കുന്തത്തിൽ കുത്തിയിട്ടിട്ട് അലി അക്ബർ റളിയല്ലാഹു അൻഹു കീഴിലിട. മാത്രമല്ല ആ കിടാവരെ കൈക്കാല് ചിന്ന ഭിന്നാക്കിയിട്ട് ഇടാറ്. അങ്ങനെ ആ മോനു ഷഹീദാവറു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ടെൻറ്റുക ബണ്ട് അവിടെ നോക്കുമ്പോൾ വെറും 6 തിങ്കൾ വയസ്സുള്ള അലി അസ്ഗർ ചൊല്ലി ചെറിയ കിടാവു മുലപ്പാലയില്ലാണ്ട് ഉൾപ്പെട്ടുകൊണ്ടിക്കറ്.
ಆ ಕಿಡಾವ್ಗೂ ತನ್ನೆ ಬೇನು. ಹುಸೇನ್ റളിയല്ലാഹു കിടാവരെ പറത്തിയെടുത്തുകൊണ്ട് പോയിട്ട് ചൊല്ലു, ഈ കാണ്ടെ കിടാവರ ಮೇಲೆ കരുണ കാട്ടರು, ಇದಕ್ಕೆ ತೆಲ್ಲು തന്നി കൊടുക്കറു. അപ്പ ഇബ്നു സിയാദ് കേക്കറ, ഈ കിടാവുgu തന്നി കൊടുക്കുമ്പോൾ അതിൽ തന്നി നീನು കുടിക്കില്ലേ? ಹುಸೇನ್ റളിയല്ലാഹു ചൊല്ലു, ഇല്ല, ഈ മണ്ണിൽ കിടാവരെ കിടപ്പാട്രെ നിങ്ങൾ തന്നി കൊടുക്കറു. അങ്ങനെ ഇബ്നു സിയാദ് തന്നി കൊടുക്കറെ ചർച്ച ആക്കിക്കൊണ്ടിരിക്കെമി ഹുർമില ബിൻ കാഹിൽ ചൊല്ലെ ക്രൂരായ മനുഷ്യ ആ കിടാവരെ നാലി നോക്കിയിട്ട് ഒരു അമ്പ് വിടുക. അത് നേരെ വന്നിട്ട് ആ കിടാവരെ ആ നാലി നൂണ്ടിട്ടു പറത്ത് ബണ്ട് ചോര ഊൽകൊടും. ಹುಸೇನ್ റളിയല്ലാഹുവിൻ്റെ കൈര മേൽ വറകു തുടങ്ങറ്. ഒരു ദീർഘ കാല് പഠിച്ചിട്ട് ആ കുഞ്ഞു കിടാവും ಹುಸೇನ್ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ വഫാത്താവറും. അങ്ങനെ കിടാവരെ കബറെടുക്കറ്. പിന്നെ ഒന്നും നോക്കിയില്ല. ಹುಸೇನ್ റളിയല്ലാഹു ആ രണഭൂമിക്ക് ഇലിട് എത്ര തോല ചെന്നെങ്കിൽ ശത്രുപക്ഷത്തിൽ 410 തോല ആൾമാരെ ಹುಸೇನ್ റളിയല്ലാഹു കൊല്ലറും. അങ്ങനെ യുദ്ധഘോരമായിട്ട് ആയോണ്ടിക്കുമ്പോൾ തണ്ണി കുടിക്കൊന്നു ചൊന്തു യൂഫ്രട്ടീസ് പുലയുടെ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട ಹುಸೇನ್ റളിയല്ലാഹു പോണ്ടു. ആ സന്ദർഭത്തിൽ ഇബ്നു സിയാദ് ചൊല്ലട, ഒരിക്കലും പോണകു വിടണ്ട, ഇത്ര നാൾ തണ്ണിയും അതേപോലെ തിന്നുകും ഇല്ലാണ്ട് ഇത്ര നേരം ഞങ്ങളൊಟ್ಟಿಗೆ പടപൊരുതിയെങ്കിത്തെ ಹುಸೇನ್ ഇന്നെങ്ങാനും യൂഫ്രട്ടീസ് റിവറത്തിൽ തന്നി കുടിക്കോകു കിട്ടിയെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇപ്പം മരിച്ചിട്ട് പോലുവ. വേറെ ഒന്നും നോക്കിയില്ല. ശത്രു പക്ഷത്തിൽ നിന്ന് ആൾമാർ അമ്പു വിടകു തുടങ്ങിയാറ്. അങ്ങനെ അതിൽ വന്ന് ഒരു അമ്പ് നേരെ നെത്തിക്ക് വന്നിട്ട് ബോലിടും. അതിൽ ചോര ഒൽകിട്ട് താണ്ടിൽ ബണ്ട് അതായിട്ടിക്കറ് കിനാവല് കണ്ടത്. പിന്നെ തന്നി കൊടുക്കോകു പോയില്ല. ശത്രുങ്ങളൊಟ್ಟಿಗೆ ചൊന്തു, ನಾನು ഒന്ന് നിസ്കരിച്ചോളെ, ನನ್ನ നിസ്കാര ഇതുവരെയായിട്ട് ഖളാ ആയിട്ടില്ല. അങ്ങനെ നല്ല മണ്ണ് എടുത്തിട്ട് തയമ്മ ആക്കിയിട്ട് നിസ്കരിച്ചുകൊണ്ട് ഇക്കുമ്പോൾ ಹುಸೇನ್ റളിയല്ലാഹു സുജൂദ്ക്ക് പോയപ്പോൾ സിനാൻ ഇബ്നു അനസ് ചൊല്ലവನು ആ പരിശുദ്ധമായ തലയുടെ അറുത്തിട്ട് എടുക്കുക. അങ്ങനെ ഹിജ്റ 61 മുഹറം 10 ഒക്ടോബർ 10 AD 680 തൻ്റെ 54ാമത്തെ വർഷത്തിൽ ಹುಸೇನ್ റളിയല്ലാഹു ഷഹീദാവറു. ഈ ജാഗയിൽ വെച്ചിട്ടാണ് ഷഹീദായത്. ಹುಸೇನ್ റളിയല്ലാഹുവിൻ്റെ ശരീരത്തിൽ 33 കുന്തത്തിൽ കുത്തിയ മുറിവും 24 ബാലിൽ കുത്തിയ മുറിവും ഇന്ത് അമ്പുവിട്ടതിരെ കണക്കില്ലാത്തത്രയും ഇന്ത്. ആ പരിശുദ്ധമായ തലരെ കുന്തത്തിൽ കുത്തിയിട്ട് എടുത്തുകൊണ്ട് പോയാറ്. കോലിലു ആ മുഖത്ത് കുത്തിയിട്ട് കലിച്ചാറ്. അങ്ങനെ അതിന് നേരെ ഡമസ്കസ്ക്ക് എടുത്തുകൊണ്ട് പോയിട്ട് യസീദ്ക്ക് കാട്ടിയാറ്. ഇത് കണ്ടിട്ട് യസീദ് പോലും ബേജാറിലായ. അവൻ ചൊന്ന, നിങ്ങളൊട്ടിಗೆ ನಾನು ഇങ്ങനെ ആക്കുക ചൊന്നിട്ടില്ലല്ലേ ഉണ്ട്. ಹುಸೇನ್ റളിയല്ലാഹുവിൻ്റെ ശരീരഭാഗം മാത്രം ഈ കർബലയിൽ ഉള്ളത്. തല ഈജിപ്തിലാണ് ഉള്ളത്. ഈ കണ്ടതായിട്ട് ബഹുമാനപ്പെട്ട ಹುಸೇನ್ റളിയല്ലാഹുവിൻ്റെ മക്ബറ. ഈ മക്ബറത്തെ ഉൽഗത്തിൽ 2 മക്കളായ അലി അസ്ഗറും അതേപോലെ അലി അക്ബർ റളിയല്ലാഹു അൻഹുമ ഇങ്ങനെ മക്ബറവും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങലൊട്ടിಗೆ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ കണ്ട മക്ബറ കർബലയിൽ ഷഹീദായ ശുഹദാക്കളെ മക്ബറ ആയിട്ടിക്കറ്. ഇത് ಹುಸೇನ್ റളിയല്ലാഹുവിൻ്റെ മക്ബറത്ത് കടക്കുമ്പോൾ കിട്ടിയതായിട്ടിക്കറ്. ഇനി ಹುಸೇನ್ റളിയല്ലാഹുവിൻ്റെ മക്ബറത്തെ നേരെ ഉള്ള ഈ എതിർ കണ്ട് മക്ബറ ഉണ്ടല്ലേ, ഇത് ബഹുമാനപ്പെട്ട ഹബീബ് റളിയല്ലാഹു അൻഹുരെ മക്ബറ ആയിട്ടിക്കറ്. അതായത് ಹುಸೇನ್ റളിയല്ലാഹു അൻഹുരെ ചെറിയതിലെ ഉള്ള ഒരു ചങ്ങായി, ആ ചങ്ങായിയുടെ മക്ബറ ആയിട്ടിക്കറ്. ഇത് ബഹുമാനപ്പെട്ട ഹബീബ് റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ചിട്ടാണ് ഷഹീദായത്. ഇനി പോണ്ടത് ബഹുമാനപ്പെട്ട അബ്ബാസ് ഇബ്നു അലി റളിയല്ലാഹു അൻഹുരെ മക്ബറത്ത് കയറ്റിക്കറ്.
ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മക്ബറത്തെ നേരെ എതിരാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മക്ബറ ഉള്ളത്. ഇനി അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം ചൊല്ലേണ്ട കണ്ടെങ്കിൽ അലി റളിയല്ലാഹുവിനുടെയും ഫാത്തിമ ബിന്ത് ഹിസാം റളിയല്ലാഹു അൻഹയുടെയും മോനായിട്ട് ഹിജറ 26 ഷഹബാൻ 4 മദീനയിൽ ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോലായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിൽ പിന്നെ ബേജാറിൽ നിന്ന് അലി റളിയല്ലാഹു കുറേ വർഷത്തോളം മങ്ങില ആയിട്ടില്ല. പിന്നെ കുടുംബത്തെ അഭിപ്രായത്തിൽ ഹിസാം എന്നവർ മോലായ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നവർ അലി റളിയല്ലാഹു അൻഹു മങ്ങിലായിട്ട് അതിലാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പെത്തെ സുറൂൽ എടുത്തത് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിട്ട് കിടാവരെ കാതുക് ബാങ്കും ഇഖാമത്ത് കൊടുത്തതും ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിട്ട്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ വല്ലാത്തൊരു പീർസയിന്ത്. എത്രത്തോളം ചെന്നെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്തും ആക്കി കൊടുക്കുകയും റെഡിയായിട്ട് ഇന്ന് ആലായിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അടിമരൊട്ടിಗೆ തന്നി എടുത്തുകൊണ്ട് ബാച്ചൊന്നപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കിടാവായിട്ടിരിക്കുന്ന ടൈമിലോ ആ അടിമ പോണ്ട് മുന്നോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയിട്ട് മേലുക തന്നി ബീത്തിയോണ്ട് എടുത്തോണ്ട് കൊടുത്ത് രസകരമായ ചരിത്ര അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് നോക്കുക കണ്ട്. സുന്ദരമായ മുഖവും നല്ല ആകാരവുമില്ല തടിയുന്നത് കൊണ്ടിട്ടോ ഖമർ ബനി ഹാഷിം ചൊന്തു വിളിച്ചോണ്ടിരുന്നാറ്. അലി റളിയല്ലാഹുവിൻ്റെ കൂടെ ഒരുപാട് യുദ്ധത്തിക്ക് പോയത് കൊണ്ടിട്ട് നല്ല ഒരു യോദ്ധാവ് ആയിട്ടുണ്ട്. ഇനി കർബല ചരിത്രത്തിക്ക് ബണ്ടെങ്കിൽ ഇബ്നു സിയാദ് യൂഫ്രട്ടീസ് തന്നി കൊടുക്കണ്ടിരുന്നപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുരെ ചെറിയ മോള് സക്കീന റളിയല്ലാഹു അൻഹ ബന്ധെ ഹുസൈൻ റളിയല്ലാഹു അൻഹുട്ടിಗೆ യൂഫ്രട്ടീസ് പൊലടെ കൈകാട്ടിച്ചോളൂ. ആ കാണ്ടെ പൊലൽ അത്ര തന്നി ഉണ്ടല്ലേ, അതിൽ തെല്ല് തന്നി നമുക്ക് ഈ എടുത്തോള അല്ലേ, അതിൽ തെല്ല് തന്നി നമുക്ക് കുടിക്കല്ലേ. ഇത് കേട്ട് ബേജാറിലായ അബ്ബാസ് റളിയല്ലാഹു അൻഹു യൂഫ്രട്ടീസ് തന്നി എടുക്കുക പോണ്ടു. അബ്ബാസ് റളിയല്ലാഹു അൻഹു എതിർക്കുക 100 ആൾമാർ ബണ്ടാറ് എല്ലാവരെയും കൊന്നിട്ടു അബ്ബാസ് റളിയല്ലാഹു അൻഹു യൂഫ്രട്ടീസ് പൊലക്ക് കിഴിഞ്ഞിത്ത് തന്നി എടുത്തിട്ട് മേല് തെരിപ്പാട്ടിയിട്ട് ഞാൻ യൂഫ്രട്ടീസിനെ കൈയടിക്ക ചൊല്ല് ഒരു ഇഷാറ കാട്ട്. എന്നാൽ അതിൽ തെല്ല് തന്നി പോലും അബ്ബാസ് റളിയല്ലാഹു അൻഹു കുടിച്ചില്ല. അങ്ങനെ തോൽപാത്രത്തിൽ തന്നി നിറച്ചിട്ട് ടെൻറ്റിന് നേരെ വരുമ്പോൾ 1000 സൈന്യ അബ്ബാസ് റളിയല്ലാഹു അൻഹു എതിർക്കുക ബണ്ടാറ് അങ്ങ് സുറൂല് അമ്പ് പിടകു തുടങ്ങിയാറ്. അങ്ങനെ ശത്രു സൈന്യത്തിൽപ്പെട്ട ഓർത്ത വന്നിട്ട് അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ബലത്തെ കയ്യരെ മുറിക്കറ. അപ്പം ആ തന്നേരെ ഇടത്തെ കയ്യിൽ പിടിക്കറ. ശത്രുങ്ങ പിന്നെയും വിടില്ല, ഇടത്തെ കയ്യിലും മുറിക്കറാറ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ തോൽപാത്രത്തെ നേരെ പല്ലിൽ പിടിച്ചോണ്ടു ബണ്ട് കരുണയില്ലാത്ത ശത്രു സൈന്യ ആ തോൽപാത്രത്തെ നേരത്തേക്ക് നേരെ അമ്പ് വിട്ടിട്ടു ആ പാത്രത്തെ മുറിക്കറാറ്. തന്നി തൂഞ്ഞിട്ട് പോണ്ടു. നിരാശനായിട്ട് കിടക്കറെ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മുറ്റത്തേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു ബണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നാനും ഇവിടെ വഫാത്തായെങ്കിൽ നൻ്റെ നിങ്ങൾ ടെൻറ്റക്ക് എടുത്തോണ്ട് പോവണ്ട. അങ്ങനെ ഞാൻ എടുത്തോണ്ട് ബണ്ട് തണ്ണീരെ കാത്തോണ്ടില്ലങ്ങ അങ്ങോട്ട് നിരാശല്ലേ ഉണ്ടാവരെ. നൻ്റെ ഇതേ ജാഗയിൽ വെച്ചിട്ട് നിങ്ങൾ ഖബറടക്കണം. അങ്ങനെ ആ ഘോര രണരംഗത്തിൽ പിന്നെ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ രണഭൂമിയിൽ ഷഹീദാവරු. അപ്പം മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇന്ന് വയസ്സ് വെറും 33 വർഷം ആയിട്ടേക്കറ്. ഞങ്ങളെ മുന്നിലും കണ്ട് ഇതായിട്ടേക്കറ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാൻ്റെ ഒട്ടിಗೆ സ്വർഗ്ഗലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
نفس إن لم تظفري لا تجزعي. يا نفس إن لم تظفري لا تجزعي، وإلى موائد جود مولاك ارجعي. يا نفس إن لم تظفري لا تجزعي، وإلى موائد جود مولاك ارجعي. وإذا تأخر مطلب فلربما في ذلك التأخير كل المطمع. فاستأنسي بالمنع وارعي حقه، إن الرضا وصف المنيب الألمع. وإذا بدا من ناطق الوجدان ما يدعوك للياس الذميم الأشنع، فاستيقظي من نومة الغفلات وليكن الرجاء لك مرتعا. കൂഫ, നജഫ്, കർബല ഇങ്ങനെ ചരിത്രസ്മരണീയമായ ജാഗയ്ക്ക് പോയിട്ട് മഹാത്മാക്കളെ സിയാറത്തുമാക്കിയിട്ട് ഞങ്ങൾ റിട്ടേൺ വന്ന ഈ ഒരു യാത്രക്ക് ബേനായിട്ട് സഹകരിച്ച സഹായിച്ച ആൾക്കാർക്ക്, അതേപോലെ ചരിത്രത്തിന് ബേനായിട്ട് സഹകരിച്ച ആൾക്കാർ, അതേപോലെ ഈ വീഡിയോ നോക്കിയ ആൾക്കാർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അതേപോലെ വീഡിയോ നോക്കിയുള്ള ആൾക്കാർക്ക് അള്ളാഹു ഈ ചരിത്ര ഭൂമിക്ക് എത്തുക തൗഫീക്ക് തരട്ടെ ഇൻഷാ അള്ളാഹ്. ഇനി നിങ്ങളും നാനുമായിട്ട് പണ്ടൊരു ചരിത്ര ജാഗയ്ക്ക് പോകണക്കും ജാഗ നോക്കുകയും അള്ളാഹു ನಾವು തൗഫീക്ക് തരട്ടെ. ഈ കർബല സീരീസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആക്കറും, അതേപോലെ നിങ്ങളെ അഭിപ്രായ കമൻ്റായിട്ട് തെരിപ്പാട്ടറും ഇൻഷാ അള്ളാഹ്. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.